വിഴിഞ്ഞം മുക്കോലയിൽ യുവാവിനെ റോഡിലിട്ട് തല്ലിക്കൊന്ന സംഭവത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. കൊല്ലപ്പെട്ട വെള്ളായണി കീഴൂർ സ്വദേശി സുമന്റെ ശരീരത്തിൽ മാരകമായ മുറിവുകളാണ് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയത്. പ്രതികളുടെ ക്രൂരമായ മർദ്ദനത്തിൽ സുമന്റെ 3 വാരിയെല്ലുകൾ തകരുകയും അവ ശ്വാസകോശത്തിലും ഹൃദയത്തിലും കുത്തിക്കയറുകയും ചെയ്തു. ഇതാണ് മരണകാരണമായ പ്രധാന പരിക്കുകളിലൊന്ന്. ക്രൂരമായ മർദ്ദനമാണ് സുമൻ നേരിട്ടതെന്ന് വ്യക്തമാക്കുന്നതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. വയറ്റിൽ ശക്തമായ ചവിട്ടേറ്റതിനെ തുടർന്ന് ആമാശയത്തിൽ ഗുരുതരമായ രക്തസ്രാവം ഉണ്ടായി. 1-ാം പ്രതി അച്ചുവിന്റെ ഷൂസിൽ സുമന്റെ ശരീരത്തിലെ രക്തക്കറകൾ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ആദ്യം സുമൻ വാഹനാപകടത്തിൽ പെട്ടതാണോ എന്ന സംശയമുണ്ടായിരുന്നു. സുമനെ ആശുപത്രിയിൽ എത്തിച്ച അഭിലാഷ് എന്നയാളുടെ കാർ തട്ടിയാണോ മരണം സംഭവിച്ചതെന്ന് ഫോറൻസിക് സംഘം പരിശോധിച്ചു. എന്നാൽ കാർ തട്ടിയല്ല മരണം സംഭവിച്ചതെന്ന് ശാസ്ത്രീയ പരിശോധനയിൽ തെളിഞ്ഞു. ഇതോടെ മർദ്ദനം തന്നെയാണ് മരണകാരണമെന്ന് പോലീസ് ഉറപ്പിച്ചു. കഴിഞ്ഞ ബുധനാഴ്ച രാത്രി 12 മണിയോടെ മുക്കോല ജംഗ്ഷനിലെ ഒരു ബാറിന് മുന്നിലായിരുന്നു സംഭവം. ബാറിലുണ്ടായിരുന്ന തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. ബാറിൽ വെച്ച് അച്ചുവും സുമനും തമ്മിൽ വാക്കേറ്റമുണ്ടാവുകയും അച്ചുവിന്റെ സഹോദരൻ അനന്തുവിനെ സുഹൃത്തുക്കൾ വിളിച്ചു വരുത്തി തുടർന്ന് രണ്ടുപേരും ചേർന്ന് സുമനെ അതിക്രൂരമായി മർദ്ദിക്കുകയുമായിരുന്നു. കൊല്ലപ്പെട്ട സുമനും പ്രതികളും തമ്മിൽ മുൻപരിചയമൊന്നുമില്ലെന്നും ബാറിലുണ്ടായ പെട്ടെന്നുള്ള പ്രകോപനമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നും വിഴിഞ്ഞം പോലീസ് അറിയിച്ചു. കേസിലെ പ്രതികളായ അച്ചു എസ് ബാബു, അനന്തു എസ് ബാബു എന്നിവർ നിലവിൽ റിമാൻഡിലാണ്. ഇവരെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനും തെളിവെടുപ്പിനുമായി പോലീസ് ഉടനെ കസ്റ്റഡിയിൽ വാങ്ങും. സുമൻ തന്റെ പിതാവിന് ആശുപത്രിയിൽ കൂട്ടിരിക്കാൻ പോകാൻ തയ്യാറെടുക്കുന്നതിനിടെയാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായത്. കേസിലെ മറ്റു സാക്ഷികളെയും പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. സംഭവ സ്ഥലത്ത് നിന്ന് ശേഖരിച്ച രക്തസാമ്പിളുകൾ DNA പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുന്നതോടെ കൂടുതൽ തെളിവുകൾ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കേവലം ഒരു നിമിഷത്തെ പ്രകോപനവും മദ്യലഹരിയിലെ തർക്കവും എങ്ങനെ ഒരു മനുഷ്യജീവൻ അപഹരിക്കുന്നു എന്നതിന്റെ ദാരുണമായ ഉദാഹരണമായി ഈ വിഴിഞ്ഞം കൊലപാതകം മാറിയിരിക്കുകയാണ്. തകർന്ന വാരിയെല്ലുകളും ആന്തരിക അവയവങ്ങൾക്കേറ്റ മാരകമായ പരിക്കുകളും സുമൻ അനുഭവിച്ച വേദനയുടെ തീവ്രത വ്യക്തമാക്കുന്നു. അച്ഛന് കൂട്ടിരിക്കാൻ ആശുപത്രിയിലേക്ക് പോകാനിറങ്ങിയ മകൻ ചേതനയറ്റ ശരീരമായി മടങ്ങി വന്നത് ആ കുടുംബത്തിന് താങ്ങാവുന്നതിലും അപ്പുറമാണ്. പ്രതികളുടെ ഷൂസിലെ രക്തക്കറയും ശാസ്ത്രീയ തെളിവുകളും പോലീസിന് ഈ കേസിൽ ശക്തമായ തുമ്പായി മാറിയിട്ടുണ്ട്. നിലവിൽ റിമാൻഡിലുള്ള സഹോദരങ്ങളെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യുന്നതോടെ കൊലപാതകത്തിന്റെ പിന്നിലെ മുഴുവൻ കാര്യങ്ങളും പുറത്തുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിഴിഞ്ഞം സംഭവത്തിന് സമാനമായി തിരുവനന്തപുരം നഗരത്തിൽ നടന്ന ഒന്നാണ് കിള്ളിപ്പാലം കൊലപാതകം. ഇവിടെയും ബാറിലുണ്ടായ തർക്കത്തെ തുടർന്ന് യുവാവിനെ റോഡിലിട്ട് മർദ്ദിക്കുകയായിരുന്നു. പ്രതികൾ സംഘം ചേർന്ന് മാരകായുധങ്ങളില്ലാതെ കൈകൊണ്ടും കാലുകൊണ്ടും മർദ്ദിച്ചാണ് കൊലപാതകം നടത്തിയത് എന്നത് വിഴിഞ്ഞം കേസുമായി സാമ്യമുള്ള ഒന്നാണ്. ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ തടയുന്നതിനായി ബാറുകൾക്കും പൊതുസ്ഥലങ്ങൾക്കും സമീപം പോലീസ് നിരീക്ഷണം കർശനമാക്കണമെന്ന ആവശ്യം വീണ്ടും ഉയരുകയാണ്. സമൂഹ മനസാക്ഷിയെ നടുക്കിയ ഇത്തരം ക്രൂരകൃത്യത്തിന് നിയമം അർഹമായ ശിക്ഷ നൽകുമെന്ന് തന്നെ കരുതാം.